നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിയോ? ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്കാനിങ്ങുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഒ പിയിലെ ഒരു കുഞ്ഞ് ഒരു ഭയങ്കര വയറുവേദന, ഛർദി, പനിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് നോക്കിയ സമയത്ത് അപ്പൻഡിസൈറ്റിസ് ആണോ, അപ്പൻഡിക്സിന്റെ പ്രശ്നമാണോ എന്നൊരു സംശയം തോന്നി. അപ്പൊ ഞാൻ അവരോട് സ്കാനിങ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ എൻ്റെ അടുത്ത് അപ്പൊ അവര് സ്കാനിങ് വേണ്ട എന്ന് പറഞ്ഞു, സ്കാനിങ് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി, എന്താണാവോ അങ്ങനെ പറഞ്ഞത്. കുട്ടിക്ക് സ്കാനിങ് എടുത്ത് നോക്കിയാലേ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് പറയാൻ പറ്റൂ. കാണുമ്പോൾ നമുക്ക് അപ്പൻഡിസൈറ്റിസ് പോലെ ഉണ്ടായിരുന്നു. സോ അപ്പൊ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, അയ്യോ ഡോക്ടർ, എത്ര ചെറിയ കുട്ടിക്ക് സ്കാനിങ് ഒക്കെ എടുക്കുമ്പോൾ അത് കുട്ടിയുടെ ശരീരത്തിന് ദോഷമല്ലേ, റേഡിയേഷൻ, സ്കാനിന് റേഡിയേഷൻ ഇല്ലേ, അപ്പൊ അതുകൊണ്ട് സ്കാനിങ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പല അച്ഛനമ്മമാർക്കും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. നമ്മൾ സ്കാനിങ് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് റേഡിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്, അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഗർഭിണികൾക്ക് സ്കാനിങ് പറയുമ്പോഴും ഇതേ ഒരു പ്രശ്നം പലരും പറയാറുണ്ട്. ഗർഭിണികൾക്ക് സ്കാനിങ് റേഡിയേഷൻ ഉണ്ടാക്കും, അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് അത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് സ്കാനിങ്ങുകൾ എടുക്കരുത് എന്നുള്ള, അതല്ലെങ്കിൽ സ്കാനിനോടൊരു പ്രത്യേക ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി പല അച്ഛനമ്മമാർക്കും ഗർഭിണികൾക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടു. സോ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് ഞാൻ എടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ അവരോട് വേണമെന്ന് പറഞ്ഞത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അൾട്രാസൗണ്ട് സ്കാനിങ്, ഓക്കെ, പലതരം സ്കാനുകളുണ്ട്. ഇന്ന് 100 തരം സ്കാനുകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്കാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാന്. ഇനി അതിന്റെ തന്നെ ഗണത്തിൽപ്പെടുത്താം, സ്കാൻ അല്ലെങ്കിൽ പോലും എക്സ്റേ, അല്ലെ? അത് നമ്മളിങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ്. അത് സ്കാൻ അല്ല, പക്ഷെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാന്, CT സ്കാന്, പിന്നെ MRI സ്കാന്. ഇതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ. പിന്നെ പല സ്കാൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ പെറ്റ് സ്കാൻ ഉണ്ട്, ഡെക്സാ സ്കാൻ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മുന്തിയ പല സ്കാനുകളുണ്ട്. ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമുക്ക് കേട്ട് പരിചയമുള്ള സ്കാനുകൾ, ഒന്ന് അൾട്രാസൗണ്ട്, ഒന്ന് CT സ്കാൻ, ഒന്ന് MRI സ്കാൻ. അപ്പോൾ ഇതില് ഞാൻ ആ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതേ പറഞ്ഞ പോലെ തന്നെയാണ് ഗർഭിണികൾക്കും സാധാരണ രീതിയിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. സാധാരണ ഗർഭിണിയായി എന്ന് അറിയുന്ന സമയത്ത് ഒരു സ്കാൻ എടുക്കും, പിന്നെ ഒരു 2-3 മാസമാവുന്ന സമയത്ത് ഒരു സ്കാൻ എടുക്കും, പിന്നെ ഒരു 5 മാസത്തിൽ ഒരു സ്കാൻ എടുക്കും, പിന്നെ ഡേറ്റ് ആവാറാവുന്ന സമയത്ത് നോർമലി ഒരു 4 സ്കാൻ. ഇതെല്ലാം അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളാണ്. നമ്മൾ പേടിക്കുന്ന പോലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഈ പറയുന്ന ഒരു റേഡിയേഷൻ പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വയറിന്റെയും എന്താ പറയാ ഇതിന്റെയൊക്കെ യൂട്രസിന്റെ ഒക്കെ എടുക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഈ പറയുന്ന റേഡിയേഷൻ പ്രശ്നങ്ങളില്ല. അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് മാത്രമല്ല, MRI സ്കാനിങ്ങിനും റേഡിയേഷൻ പ്രശ്നങ്ങളില്ല. അപ്പൊ നമ്മൾ MRI പലതും എടുക്കാറുണ്ട്, അല്ലെ? തലയുടെയൊക്കെയാണ് സാധാരണ എടുക്കാറുള്ളത്. സോ അൾട്രാസൗണ്ട് സ്കാനിങ് അഥവാ USG, MRI സ്കാനിങ്, ഈ 2 സ്കാനിങ്ങുകളും റേഡിയേഷൻ ഇല്ലാത്ത സ്കാനിങ്ങുകളാണ്. സോ ഇത് എടുക്കാൻ നിങ്ങൾ ഗർഭിണികളും പേടിക്കേണ്ട, കുട്ടികളും പേടിക്കേണ്ട കേട്ടോ. പിന്നെ എക്സ്റേക്ക് റേഡിയേഷൻ ഉള്ളത് നമുക്ക് ഒക്കെ അറിയാം, അല്ലെ? എക്സ്റേ റേഡിയേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ ഉള്ളതാണ് CT സ്കാനും. എന്നാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് റേഡിയേഷൻ പേടിച്ചിട്ട് എടുക്കാതിരിക്കാൻ പറ്റുമോ? സാധാരണ രീതിയിൽ ഗർഭിണികൾക്ക് എക്സ്റേ എടുക്കാറില്ല. അതുപോലെ തന്നെ CT സ്കാനും നോർമൽ രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കും. കാരണം ഒരു കാരണവശാലും യൂട്രസിന്റെ ഉള്ളിലുള്ള കുട്ടിക്ക് റേഡിയേഷൻ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നോർമലി അവർ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് എടുക്കാറുള്ളത്, എക്സ്റേ എടുക്കാറില്ല. ഇനി ഒരു എമർജൻസി സിറ്റുവേഷനിൽ എക്സ്റേ എടുക്കേണ്ടി വരികയാണെങ്കിൽ അതിനു വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട്, അതായത് ലെഡ് ഏപ്രണും അങ്ങനെ പല മുൻകരുതലുകളുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തതിന് ശേഷം ഇപ്പൊ എമർജൻസി വരികയാണ്, നമുക്ക് എക്സ്റേ എടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ എടുക്കണം. ആ സന്ദർഭങ്ങളിൽ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട് മാത്രമാണ് ഗർഭിണികൾക്ക് എക്സ്റേ എടുക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് എപ്പോഴാണ് എക്സ്റേ എടുക്കേണ്ടി വരിക? ഇപ്പോൾ എവിടെയെങ്കിലും വീണു, നമ്മളൊരു ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യുന്നു, എവിടെയെങ്കിലും എല്ല് പൊട്ടിയോ നോക്കണം, എക്സ്റേ എടുത്തേ നിർത്തിയുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ റേഡിയേഷൻ പേടിച്ചിട്ട് എക്സ്റേ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് റേഡിയേഷൻ കിട്ടിയാലാണ് അതിന്റെ എന്തെങ്കിലുമൊക്കെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും നമ്മൾ റേഡിയേഷൻ പേടിച്ചിട്ട് എക്സ്റേ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഫ്രാക്ചർ, എല്ല് പൊട്ടിയത് മിസ് ചെയ്യും. ചിലപ്പോൾ നാളെ അത് ഒരു വൈകല്യത്തിന് വരെ വഴിവെക്കാം. അപ്പോ നമ്മൾ അനാവശ്യമായിട്ടുള്ള പേടികൾ വേണ്ട. എക്സ്റേ റേഡിയേഷൻ ഉള്ളത് തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെയാണ് CT സ്കാൻ. പക്ഷേ ഇപ്പൊ നമ്മളൊരു കുട്ടി വീണു, തല എവിടെയെങ്കിലും തട്ടി, കുട്ടി കണ്ടിന്യൂസ്ലി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടിക്ക് ഫിക്സ് വന്നു, അപ്പൊ നമ്മൾ തലയുടെ ഉള്ളിൽ ബ്ലീഡിങ് സസ്പെക്ട് ചെയ്യുന്നു, നമുക്ക് നിർബന്ധമായിട്ടും എടുക്കേണ്ട സ്കാൻ CT സ്കാൻ ബ്രെയിൻ ആണ്. ഓക്കെ, അതിന് നമ്മൾ ബാക്കിയുള്ള സ്കാനൊന്നും എടുത്തിട്ട് കാര്യമില്ല, CT സ്കാൻ എടുത്ത് നോക്കണം. സോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അയ്യോ CT സ്കാനിന് റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അത് ആ കുട്ടിക്ക് ആ സന്ദർഭത്തിൽ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ആ കുട്ടിക്ക് ഇൻട്രാക്രൈനൽ ബ്ലീഡ് അഥവാ തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടോ എന്നുള്ളത്. സോ നിർബന്ധമായിട്ടും അപ്പൊ അത് എടുക്കേണ്ട ആവശ്യം വരും, മനസ്സിലായില്ലേ? സോ അപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. അപ്പൊ ജനറലി നമ്മൾ എല്ലാ സ്കാനുകളും റേഡിയേഷൻ ഉള്ളതാണ് എന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഒരു പേഷ്യന്റിന്റെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാനായിട്ട്.
സോ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ എടുത്തേ പറ്റൂ. അപ്പോൾ അനാവശ്യമായിട്ട് എല്ലാ സ്കാനിനും റേഡിയേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഗർഭിണികൾക്കൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും MRI സ്കാനിങ്ങിനും റേഡിയേഷൻ ഒട്ടും തന്നെയില്ല. CT സ്കാനിനും നമ്മൾ എടുക്കുന്ന എക്സ്റേകൾക്കും റേഡിയേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ റേഡിയേഷൻ പേടിച്ചിട്ട് മാറി നിൽക്കരുത്. കാരണം അത് ചിലപ്പോൾ അത് ഇറ്റ്സെൽഫ് ആ ഒരു പേടി കൊണ്ട് അത് എടുക്കാത്തത് മാത്രം ചിലപ്പോൾ ആ കുട്ടിക്കോ അല്ലെങ്കിൽ വലിയ ആൾക്കോ അപകടമായേക്കാം കേട്ടോ. യെസ്. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? പെറ്റ് സ്കാനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പെറ്റ് സ്കാനും റേഡിയേഷൻ ഉള്ള സ്കാൻ തന്നെയാണ് കേട്ടോ. പെറ്റ് സ്കാൻ റേഡിയേഷൻ ഉള്ള സ്കാനാണ്. അതിനൊരു ചെറിയ റേഡിയേഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങള്? പക്ഷെ പെറ്റ് സ്കാൻ ഒക്കെ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ നിർബന്ധമായിട്ട്, അപ്പൊ നമ്മൾ ക്യാൻസറിലൊക്കെയാണ് പെറ്റ് സ്കാൻ നിർബന്ധമായിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് ക്യാൻസർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പടർന്നു, മെറ്റാസ്റ്റാസിസ് എന്ന് പറയും ഈ ക്യാൻസറുകൾ പടരുന്നതിനെ. അപ്പൊ അത് അതിന്റെ സ്റ്റേജിങ് എത്രയാണ്, എവിടേക്കൊക്കെ പടർന്നിട്ടുണ്ട്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പെറ്റ് സ്കാൻ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? സോ അപ്പൊ എല്ലാവരും ഇപ്പൊ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. കാരണം ഞങ്ങള് ഡോക്ടർമാർക്ക് പലപ്പോഴും പല അച്ഛനമ്മമാരും ഇങ്ങനെ അത്യാവശ്യം സ്കാൻ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ റേഡിയേഷൻ പേടിച്ചിട്ട് അത് വേണ്ടാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങൾ പലപ്പോഴും, ഇന്നും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ തെറ്റിദ്ധാരണകൾ മാറട്ടെ, എന്താണ് യഥാർത്ഥം എന്നുള്ളത് എല്ലാവരിലേക്കും എത്തട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ബൈ. താങ്ക് യു.